മുറ്റത്തും പറമ്പിലും എവിടെ നോക്കിയാലും ചിരട്ട കാണാം. ഇതിങ്ങനെ വെറുതെ വെള്ളം കെട്ടി കൂത്താടിയും മറ്റും വളരുന്നതല്ലാതെ എന്ത് പ്രയോജനം? ആരും കത്തിക്കാനൊട്ടും എടുക്കുന്നതുമില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഇത് വെച്ചൊരു ക്രാഫ്റ്റ് ആയാലോ? ചിരട്ടയുടെ വായ്ഭാഗം നല്ലതും കാണാൻ അത്യാവശ്യം വൃത്തിയുള്ളതുമായ 2 ചിരട്ട നോക്കി എടുക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇനി ഒരു പീസ് സാൻഡ് പേപ്പറും കളർ ചെയ്യാൻ കളേഴ്സും ബ്രഷും പിന്നെ ഒരു മാർക്കറും. ഇത്രയും മതി പണി തുടങ്ങാം. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചിരട്ടയുടെ പുറംഭാഗം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല വൃത്തിയായി. ഇതിപ്പോൾ ഈ ചിരട്ട ഉപയോഗിച്ച് എന്ത് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ആലോചന. എന്തായാലും നമുക്ക് വീഡിയോയുടെ അവസാനം കാണാനേ. ഇതിനെ രണ്ടിനെയും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക എന്നതാണ് അടുത്ത ടാസ്ക്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. കണ്ടോ, നല്ല വൈറ്റ് കളറിൽ ചെയ്തെടുത്തു. ബാക്കി ഭാഗം റെഡ് കളറും കൊടുത്തു. അത് ഉണങ്ങാനായി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ചിരട്ടയിലോ ഫുള്ളായിട്ട് ഈ ഒരു കളറും കൊടുത്തു. അപ്പോഴേക്കും ആദ്യത്തെ ചിരട്ട ഉണങ്ങി. അതിലും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്താലോ? ഞാനിപ്പോൾ അവിടെ ഇവിടെയായിട്ട് വെള്ള ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഡിസൈനും കൊടുക്കാം. അങ്ങനെ ഒരെണ്ണം സെറ്റായി. ഇനി രണ്ടാമതായി എടുത്ത ചിരട്ടയുടെ വായ്ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ മാർക്കർ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തു. ഇതൊരു മുഖത്തിൻ്റെ ഷേപ്പ് പോലെ തോന്നിക്കാനാണ്. അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്തെടുത്തു. അപ്പോഴാണ് പണി കിട്ടിയത് മക്കളെ. കളർ സ്പ്രെഡായി. ആ ബ്ലാക്ക് കളറൊക്കെ ആ മുഖത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ അങ്ങ് സ്പ്രെഡായി. പിന്നെ എന്ത് ചെയ്തു? ഒന്നേന്ന് അഴിച്ചു പണിയായി. ഒരു വിധത്തിൽ ബ്ലാക്ക് കളർ മാറ്റാൻ പറ്റത്തില്ലല്ലോ, ഫുള്ളായിട്ട് കൊടുത്തു പോയില്ലേ. ആ താഴ്ഭാഗത്തേക്ക് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന രീതിക്ക് ഞാൻ മാറ്റിയെടുത്തു. എന്നിട്ടാണ് ഈ വരപ്പ്. ഒരു കണ്ണും വായും ഒക്കെ വരച്ചു കൊടുത്തു. അടിപൊളിയല്ലേ? ഇപ്പം നല്ല സെറ്റായില്ലേ? ഫേസ് പോലെ തോന്നുന്നുണ്ടല്ലേ? കൺപീലി വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വരച്ചാൽ മതി. ബാക്കിയെല്ലാം സെറ്റ്. നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല. ഈ 2 ചിരട്ടകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഈ 2 ചിരട്ടകളെ ഈ കാണുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്തു. എങ്ങനെയുണ്ട്? സംഭവം സെറ്റല്ലേ? അടിപൊളി ഒരു ഡെസ്ക് ഡെക്കോർ. ഞാൻ കുറച്ച് കല്ലും ഇട്ടു. അതിൻ്റെ മുകളിലൊരു മണി പ്ലാന്റും വെച്ച് കൊടുത്തു. ആഹാ, അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.